നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. SDP ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ മാർച്ച് 3 രാത്രി ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് MK ഫൈസിയുടെ അറസ്റ്റ്. പിന്നീട് MK ഫൈസിയെ കോടതി റിമാൻഡ് ചെയ്യുകയും ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. മാർച്ച് 10 MK ഫൈസിയുടെ കസ്റ്റഡി കാലാവധി 3 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകാൻ ഡൽഹി കോടതി EDക്ക് അനുവദിച്ചു. SDP നേതാവിന് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്നാണ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ SDP സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് PFI ആണെന്നും രാജ്യത്ത് ആക്രമണം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചുവെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. SDP സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായി നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുൻപാകെ വെളിപ്പെടുത്തി. SDP തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോലും പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണ്. SDP സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് PFI ആണ്. ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണിത്. ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമായി അവർ കൊണ്ടു നടക്കുന്നു. പരിശോധനയിലും അന്വേഷണത്തിലും 4 കോടി രൂപയോളം നൽകിയതിൻ്റെ തെളിവുകൾ ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ ബോധിപ്പിച്ചു. ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തി രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷൻ്റെ പേരിൽ പോലും പണം സ്വരൂപിക്കുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. കേസുകളിലകപ്പെട്ട SDP പ്രതികളെ പുറത്തിറക്കാനും തെരഞ്ഞെടുപ്പിന് ചെലവാക്കാനും അവർ ഫണ്ട് എത്തിക്കുന്നു. ഇതൊക്കെ പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇതുവരെ 61.72 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 26 പേരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡിനും പിന്നാലെയുള്ള അന്വേഷണങ്ങൾക്കും ചുവടുപിടിച്ച് ഇപ്പോൾ NIAക്ക് കേസ് കൈമാറാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് സമാനമായ പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിയായ SDP നടത്തുന്നത് എന്നാണ് ED കണ്ടെത്തിയത്. നേരത്തെ PFIക്കെതിരെ ഡൽഹിയിലും കൊച്ചിയിലും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധിപ്പിച്ചാകും ഇനി SDP അന്വേഷണം വ്യാപിപ്പിക്കുക. 2020 ഡിസംബറിലും തുടർന്നും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ PFIയും SDP തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്ന തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും കൈകളിലെത്തി. SDP ദൈനംദിന പ്രവർത്തനങ്ങളിൽ PFI പങ്കുവഹിക്കുന്നുവെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. ഇത് നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ NIAയും കണ്ടെത്തിയിരുന്നു. PFIയെ നിരോധിക്കാൻ കാരണമായ ദേശവിരുദ്ധ പ്രവർത്തനം SDP നേതാക്കൾക്കെതിരെയും ചുമത്താൻ കഴിയുമെന്നാണ് കേന്ദ്രം കരുതുന്നത്. അതുകൊണ്ട് തന്നെ NIA അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ കേസെടുത്ത് നേതാക്കളെ അറസ്റ്റ് ചെയ്ത ഡൽഹിയിലെ കേന്ദ്ര യൂണിറ്റ് തന്നെയാവും ഇപ്പോൾ SDP അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നതും. കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓഫീസിൽ നിന്നും ED പിടിച്ചെടുത്ത രേഖകളിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ് SDP എന്ന് വിശദീകരിക്കുന്നു. ശാരീരികവും പ്രക്ഷോഭപരവും നിയമപരവും ആശയപരവുമായ പ്രതിരോധം തീർക്കുന്ന ജിഹാദാണ് ലക്ഷ്യമെന്ന് ആ ലഘുലേഖകളിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. പാർട്ടിയും അനുബന്ധ സംഘടനകളും ലക്ഷ്യം കൈവരിക്കുന്നതിലേക്കായി പുറമെ സാമൂഹിക പ്രസ്ഥാനമെന്ന് പറയുമെങ്കിലും സംഘടന ഇസ്ലാമികമാണ് എന്ന് രേഖയിൽ കൃത്യമായി പറയുന്നു. PFI വിദേശത്തു നിന്നെത്തിച്ച പണം SDP നേതാക്കൾക്ക് ലഭിച്ചതായി കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു. മാർച്ച് 3 MK ഫൈസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെ മാർച്ച് 6 രാജ്യത്തെ നിരവധി SDP ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയും റെയ്ഡും നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തുമൊക്കെ അന്ന് റെയ്ഡ് ശക്തമായ നിലയിൽ നടന്നു. രാജ്യത്ത് 10 സംസ്ഥാനങ്ങളായി 12 കേന്ദ്രങ്ങളിലാണ് ആദ്യ ദിനം റെയ്ഡുകൾ നടന്നത്. പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റെയ്ഡുകൾ വ്യാപിപ്പിച്ചു. 2009 സ്ഥാപിതമായ സംഘടനയാണ് SDP. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണ് ഈ സംവിധാനം. നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ 2022 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. നിരോധിക്കുന്നതിന് മുൻപേ EDയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും
മറ്റ് പരിശോധനകളും നടത്തിയിരുന്നു. തുടർന്നാണ് വലിയ തോതിൽ അറസ്റ്റുകൾ നടന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ അന്ന് ചുരുട്ടിക്കൂട്ടിയ അതേ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നത്. ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പിന്നീട് അന്വേഷണം NIA കടക്കുന്നു. ശക്തമായ നടപടികൾക്കൊരുങ്ങി കേന്ദ്ര സർക്കാരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.